ഹായ് ഡിയേഴ്സ്, ഇന്ന് നിലമ്പൂരത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. നിലമ്പൂർക്ക് പോകാമെന്നൊരു പ്ലാൻ ഇട്ടു. പെട്ടെന്നുണ്ടായൊരു പ്ലാനിങ് ആണ്. അപ്പം ഞാനും ഏട്ടനും ഇവിടുന്ന് ഷൊർണൂരിൽ നിന്ന് കയറാമെന്ന് കരുതി. മരുതൂർ വീട്ടിൽ നിന്ന് ചേച്ചി, ഏട്ടനും കുട്ടിയും അമ്മയുടെ കുട്ടികളെല്ലാവരും ഉണ്ട് കേട്ടോ. അവരെല്ലാവരും വല്ലപ്പോഴൊന്ന് കയറാമെന്ന് കരുതി. ഷൊർണൂരിൽ നിന്ന് ടിക്കറ്റിന് 25 രൂപയാണ് കേട്ടോ. വിഷുവിന് കോട്ടി കളിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാല് വേദനിച്ചിട്ട് നടക്കാനൊന്നും പറ്റാണ്ട് മുള്ളാണിപ്പാപ്പൻ്റെ അവസ്ഥയായിരുന്നു നമുക്ക് ഇട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവരെയും കൂടി കണ്ടുമുട്ടി എല്ലാവരും കൂടിയിട്ട് ഓരോന്നും പറഞ്ഞ് വർഷങ്ങളെ നന്നായി കളിയാക്കിയിട്ട് ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ യാത്ര പോകണം. നമ്മളിപ്പോൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് പോകാൻ പറ്റും, കോടിക്കണക്കിന് പൈസ ഉണ്ടെങ്കിൽ പോകാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റൊക്കെ ആളുകളുടെ മാറ്റണം. നമ്മളിപ്പോൾ യാത്ര പോകുമ്പോൾ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് അവർക്ക് പൈസ ഉണ്ട്, എന്താ ചിലവ് എന്ന്. നമ്മളതുകൊണ്ടല്ല, നമ്മൾ പണിയെടുത്തിട്ട് ഉള്ളതുകൊണ്ട് മിച്ചം പിടിച്ചിട്ട് തന്നെ നമ്മൾ പോണത്. ഇത്തരം യാത്രകളൊക്കെ നമുക്ക് അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി വരാൻ പറ്റുന്ന കേട്ടോ. ഏകദേശം ഒരു 10 കൂടിയിട്ട് നമ്മൾ നിലമ്പൂരെത്തി. 9 വണ്ടിക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലായിരിക്കും. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നിറയെ ഓട്ടോകൾ കാണാം. നമ്മളൊരു 8-9 പേരുള്ള കാരണം തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു വണ്ടി വിളിക്കുകയാണ് ചെയ്തത്. നല്ല സുഖമായിരുന്നു കേട്ടോ. ഇതിലൊരു കംഫർട്ട് യാത്ര തന്നെയായിരുന്നു. തിരക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനെയുള്ള വണ്ടി ഇവിടെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞാനിതുവരെ നിലമ്പൂർ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് നിലമ്പൂർക്ക് പോണത്. അങ്ങനെ നമ്മൾ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. പാർക്കിങ്ങിൻ്റെ അവിടേക്ക് വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിറയെ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ബസ്സുകളിലൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. മുന്നിൽ ഇങ്ങനെ തന്നെ ഒരു ശില്പമുണ്ട്. ഇത് എന്തായതെന്ന് എനിക്കറിയില്ല, അതാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത്. ഇങ്ങനെ അരുവി പോലെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് അതിൽ കുളിക്കാൻ തോന്നി. അത്രയും ചൂടായിരുന്നു നമുക്ക്. ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ടാണ്. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ തേക്ക് മ്യൂസിയം കാണാനുള്ളത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് അകത്തേക്ക് പോകുന്നത്. മുന്നിൽ തന്നെ സെക്യൂരിറ്റി ഉണ്ട്. ഇവിടെയും പ്ലാസ്റ്റിക് ബോട്ടിൽസ് നിരോധനം ഉണ്ട് കേട്ടോ. മലപ്പുറംകാരുടെ സ്വകാര്യ അഹങ്കാരമായ തേക്ക് മ്യൂസിയത്തിലേക്ക് ഞങ്ങളും അങ്ങനെ എത്തിപ്പെട്ടിരിക്കുകയാണ്. ആകെ വിസ്മയങ്ങളാണ് അവിടെ കേട്ടോ. തേക്ക് കൊണ്ടുള്ള ഓരോ വിസ്മയങ്ങൾ തന്നെ പറയാം നമുക്ക്. ഒരു തേക്കിൻ്റെ ജനനം മുതൽ അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലുള്ള വളർച്ചയെക്കുറിച്ചിട്ടൊക്കെ അവിടെ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ കാണാട്ടോ. ഇനി നമുക്ക് മ്യൂസിയത്തിലെ കുറച്ച് കാഴ്ചകൾ കാണാം. സൈഡഡ് ഗ്ലാസ് അൽമറയാണിത് കേട്ടോ. ഞങ്ങളിതിൻ്റെ മുന്നിൽ കുറേ നേരം നിന്നു. ഇവിടെ കുറേ കണ്ണാടിയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഇതുപോലുള്ള ഒരുപാട് തേക്ക് കൊണ്ടുള്ള വിസ്മയങ്ങൾ തന്നെ നമുക്കിവിടെ കാണാം. കരകൗശലങ്ങളും പലതരം പഴയകാല ഉപകരണങ്ങൾ, പല വസ്തുക്കളും എല്ലാം നമ്മൾ ഈ ഒരു തേക്കിൻ കൊണ്ട് നിർമ്മിച്ചത് നമുക്ക് കാണാം. മുകളിലും ഇതേപോലെ നമുക്ക് ഒരുപാട് കരകൗശല കാര്യങ്ങൾ കാണാം കേട്ടോ. ഈ ബട്ടർഫ്ലൈസിൻ്റെ ഇങ്ങനെ വെച്ചതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അവരുടെ പേരുകളും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നമ്മുടെ ഇത് കൂടെയൊക്കെ വരുന്ന നമ്മൾ കണ്ടിട്ടുള്ള പരിചയമുള്ള ബട്ടർഫ്ലൈസിനൊക്കെ എന്തൊക്കെ പേരെന്നൊക്കെ നോക്കിയിട്ട് കുറേ നേരം അവിടെ നിന്നുണ്ടായിരുന്നു. തുമ്പികളും ഇങ്ങനെ ചെറു വണ്ടുകളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഒരു പ്രത്യേക ആംബിയൻസ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക്. എന്ത് രസമായിട്ടാണ് ഈ കാഴ്ചകളൊക്കെ കാണാൻ. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയ പിന്നെ നമുക്ക് ഗാർഡൻ ഉണ്ട് അവിടെ, ബൊട്ടാണിക്കൽ ഗാർഡൻ. അവിടേക്ക് പോയി. കുട്ടികളുടെ പാർക്കും ഉണ്ട്. കുട്ടൂനാണെങ്കിൽ പാർക്കിലേക്ക് പോകണേന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. ചെടികളും പൂക്കളും ഒക്കെ ഇട്ട് എന്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണെന്നറിയോ. അത് കാണാൻ തന്നെ നമുക്ക് അത് കൂടെ നടപ്പാതകളും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിലമ്പൂർ തേക്ക് മ്യൂസിയം കേട്ട പോലെ ഞാൻ ഇന്ത്യയിലൊന്നും അങ്ങനെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടുത്തെ കുറച്ച് ചെടികളും പൂക്കളൊക്കെ ആയിട്ടുള്ള ഒരു കാഴ്ചകൾ ഇനി കാണാം നമുക്ക് കേട്ടോ.
കൂടി തന്നെ ഞങ്ങളെല്ലാം കണ്ടിറങ്ങി. അങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ പോയി. ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾ ഷാജിയേട്ടൻ എന്നുള്ളൊരു ഡ്രൈവറെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ കയറിയപ്പോൾ ആൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, കനോലി പ്ലോട്ട് കൂടെ കണ്ടുകൂടെ പോയിട്ട് എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ ഏതായാലും എന്നാൽ തിരിച്ചതല്ലേന്ന് കരുതിയിട്ട് അവരുടെ വണ്ടിയിൽ ഞങ്ങൾ കനോലി പ്ലോട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. തേക്ക് മ്യൂസിയം കണ്ടിറങ്ങുമ്പോൾ തന്നെ ഷാജിയേട്ടൻ്റെ വണ്ടി ചിലപ്പോൾ പുറത്ത് കിടക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു വണ്ടി ശ്രദ്ധിച്ചാൽ മതി, ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, ഒരുപാട് പേര് ഒരുമിച്ച് പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ അവരാണെങ്കിൽ നല്ലൊരു ഗൈഡ് പോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇന്ന സ്ഥലങ്ങൾ കാണണം, അതൊക്കെ കാണേണ്ട കാര്യങ്ങളാണ്, അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം. അപ്പോൾ അങ്ങനെ അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ കനോലി പ്ലോട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ഒരുപാട് വീഡിയോകൾ റീൽസിലൊക്കെ നമ്മൾ കണ്ട് പരിചയമുള്ള പോലെ ഉണ്ട് കേട്ടോ. ഇനി അതാണോ എന്ന് അറിയില്ല. ഇവിടെ ജങ്കാർ സർവീസൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ജങ്കാറിൽ പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ജങ്കാർ സർവീസിനുള്ള ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ജങ്കാറുള്ള ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്ര വലിയ തിരക്കൊന്നുമില്ല, എന്നാലും ഉണ്ട് കേട്ടോ. ഈ ഒരു നടപ്പാതയിലൂടെ നമ്മൾ താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തൂക്കുപാലം അവിടെ നിലവിലില്ല, തൂക്കുപാലമൊക്കെ പൊട്ടിപ്പോയിരിക്കുകയാണ്. അപ്പോൾ പുതിയ തൂക്കുപാലം വരുന്നതിൻ്റെ പണി നടക്കുന്ന ആ ഒരു ഭാഗമാണ് കാണുന്നത്. അത് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോകണം നമ്മൾ പുഴയിലേക്ക്. ഇതാണ് ചാലിയാർ പുഴ. ഇങ്ങനെ നമ്മൾ ഏകദേശം പുഴയുടെ അടുത്തെത്തി. ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം താഴേക്ക് പുഴയുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട്. അവിടെ പോകുന്ന വഴിക്ക് തന്നെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട് പിള്ളേർ. ഞങ്ങൾ വരുമ്പോൾ ആടണം എന്നൊക്കെ കരുതി, പക്ഷെ അത് കുറച്ച് ഉയരത്തായ കാരണം റിസ്ക് എടുക്കണ്ടെന്ന് കരുതി ഞങ്ങൾ. അങ്ങനെ നമ്മളെ കൊണ്ടുപോകാനുള്ള ജങ്കാർ ഇതാ വരുന്നു. ഇവിടെ തൂക്കുപാലം ഉണ്ടായിരുന്നു, അത് നശിച്ചു പോയിരിക്കുകയാണ്. അവിടെ അവശിഷ്ടങ്ങളൊക്കെ അതിൻ്റെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ജങ്കാറിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സർവീസ് അവർ ചെയ്തു തരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ജങ്കാറിൽ കയറി ചാലിയാർ പുഴയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ആഴമുള്ളൊരു പുഴയാണ് ചാലിയാർ പുഴ എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. ഏതാണെന്ന് നമുക്കറിയില്ല. പിന്നെ നമ്മൾ ഈ ജങ്കാർ ഉള്ള അവരുടെ ജീവനക്കാരോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു തൂക്കുപാലത്തിൻ്റെ കാര്യം. അപ്പോൾ അവരതിൻ്റെ അവശിഷ്ടങ്ങളും അത് നശിച്ചു പോയതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയ തൂക്കുപാലം വരുന്നതൊക്കെ കാണിച്ചു തരും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. ജങ്കാർ സർവീസിന് മോട്ടോർ വെച്ചിട്ടുള്ള സർവീസൊന്നുമല്ല. ഇവർ ഈ ഒരു കപ്പി ഇട്ടിട്ട് ഇങ്ങനെ കയറ് വലിക്കില്ല, ആ ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത്രയ്ക്ക് ദൂരമൊന്നുമില്ല, എന്നാലും ഇപ്പോൾ ഇവരിങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൂക്കുപാലത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ആ കിടക്കുന്നത്. എല്ലാവരും നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പുതിയ തൂക്കുപാലം വരുന്നതിൻ്റെ ഭാഗമാണ് ആ കാണുന്നത്, ഒരു കെട്ടിടം പോലെയുള്ള ഭാഗം കേട്ടോ. ലോകത്തിലെ തന്നെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തേക്ക് തോട്ടമാണ് ഈ ഒരു കനോലി പ്ലോട്ടിലുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഹെൻറി വാലന്റൈൻ ആണ് നമ്മുടെ ഈ ഒരു തേക്ക് തോട്ടം നിർമ്മാണത്തിന് ഉത്തരവിടുന്നത്, തേക്ക് വെച്ചിട്ടുള്ളത്. ഇതൊരു ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഏറ്റവും വലിയ തേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒട്ടനവധി തേക്കുകൾ, എത്രയോ വലിയ വലിയ തേക്കുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവയുടെയൊക്കെ അളവും കാര്യങ്ങളും എല്ലാം മുന്നിൽ തന്നെ അതിൻ്റെ ഒരു ലേബലായിട്ട് എഴുതി വെച്ചിട്ട് നമുക്ക് കാണുന്നതാണ് കേട്ടോ. നമ്മുടെ കൈ കൊണ്ടൊന്നും പിടിച്ചാലും ഒതുങ്ങാത്ത അത്രയും വണ്ണത്തിലാണ്, ഞങ്ങളെല്ലാവരും കൂടെ പിടിച്ചാലും എത്താത്ത വണ്ണത്തിലാണ് അവിടെ തേക്കുകൾ നമുക്ക് കാണുന്നത്. അതിലൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒരുപാട് പേര് അവിടെ ഇങ്ങനെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതും ടച്ച് ചെയ്യണമൊക്കെ ഉണ്ട്. ഒരു കൗതുകം കൊണ്ടായിരിക്കും. ഇതാണ് അവിടുത്തെ ബിഗ്ഗസ്റ്റ് ട്രീ. അടിപൊളിയാണ് ഇവനെ കാണാൻ കേട്ടോ. അതെല്ലാം കണ്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ജങ്കാറിലേക്ക് വരികയാണ്. അപ്പോൾ ജങ്കാർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓടി 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 അവിടെ നിന്ന് ഇങ്ങനെ വേഗം വന്നു കേട്ടോ. ചാലിയാർ പുഴയ്ക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടായിരിക്കും അല്ലേ. പുഴ അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്.
തൂക്കുപാലത്തിൻ്റെ ഇപ്പുറ കരയിലുള്ള ഭാഗം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, കാണാത്തവർക്കാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് നടന്നു വരുമ്പോൾ ഇങ്ങനെ ഒരു നക്ഷത്രവാനം കാണാം. പിന്നെ നമ്മൾ ഈ വഴി തിരിച്ച് പുറത്തേക്ക് വരികയാണ്. അവിടെ ട്രെയിനിൻ്റെ സമയം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഇങ്ങോട്ടാക്കി തന്ന ഷാജിയേട്ട വണ്ടി കൊണ്ട് അവിടെ നമ്മളെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഞങ്ങൾ ആ വണ്ടിയിൽ തന്നെ തിരിച്ചു വരികയാണ് ചെയ്തത്. നല്ലൊരു യാത്രയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇതൊന്നും ഇപ്പോൾ നമ്മുടെ വീട്ടിലിരുന്നാൽ കാണില്ലല്ലോ, ഇത് കാണാൻ നമുക്ക് നിലമ്പൂർ തന്നെ പോകണം. നിലമ്പൂരിലുള്ള വൈബ് നിലമ്പൂർ പോയിട്ട് തന്നെ നമ്മൾ ആസ്വദിക്കണം. നിലമ്പൂരിൻ്റെ കാണാൻ കാഴ്ചകൾ ഇനിയും കാണാമെന്ന പ്രതീക്ഷയോടെ തന്നെ ബൈ ബൈ പറഞ്ഞ് തിരികെ പോന്നു. നമ്മളെ കൊണ്ടുപോയ ഷാജിയേട്ടൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരുന്നില്ല അവരുടെ നാട്ടിലത്തെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരാണ്. റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തി തന്നെ അറിഞ്ഞില്ല. അപ്പോൾ ഈ യാത്രയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.